പശ്ചിമേഷ്യൻ സംഘർഷ വാർത്തകളിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം വരുന്നത്. ഇസ്രായേൽ ഇറാൻ സംഘർഷം അപ്രഖ്യാപിത യുദ്ധത്തിലേക്ക് നീങ്ങുന്നു. ആക്രമണം ദിവസങ്ങൾ നീളുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഇന്ന് പകലും ഇറാനിൽ ഇസ്രായേൽ ആക്രമണം നടത്തി. എല്ലാം ഇല്ലാതാകുന്നതിന്റെ മുമ്പ് ആണവ കരാറിൽ ഒപ്പിടുന്നതാണ് ഇറാന് നല്ലതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഭീഷണി മുഴക്കി. MCA നാസർ വിശദാംശങ്ങൾ നൽകും ദുബൈയിൽ നിന്ന്. MCA, സാഹചര്യങ്ങൾ വീണ്ടും വഷളാകുന്നു. തുടർ ആക്രമണങ്ങളിലേക്ക് ഇസ്രായേൽ കടക്കുന്നതിൻ്റെ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. എന്താണ് ഇസ്രായേലിൻ്റെ നീക്കങ്ങളെ എങ്ങനെ കാണാം? തെഹ്റാന്റെ തിരിച്ചടിയും. സൈഫുദ്ദീൻ, തീർച്ചയായിട്ടും വ്യാപകമായിട്ടുള്ള ഒരു ആക്രമണ പരമ്പരകൾ തന്നെയാണ് ഇസ്രായേൽ തുടരുന്നത്. അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ തന്നെയാണ് ഇനിയും മുന്നോട്ട് പോകാൻ ഇസ്രായേൽ നേതൃത്വം, സൈനിക നേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും തീരുമാനിച്ചതെന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. കാരണം വരും ദിവസങ്ങൾ ഒരുപക്ഷെ നിർണായകമായിരിക്കും. ആ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ആക്രമണ പരമ്പര തന്നെയാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുമായി തന്നെ തങ്ങൾ മുന്നോട്ട് പോകും. ഇന്ന് വെളുപ്പിന് 3:30 മണിയോടുകൂടിയാണ് നതാൻസ് ഉൾപ്പെടെയുള്ള ആണവ കേന്ദ്രങ്ങളിലും അതോടൊപ്പം തന്നെ നിരവധി സൈനിക കേന്ദ്രങ്ങൾക്കും നേരെ ഇസ്രായേലിൻ്റെ വ്യാപകമായിട്ടുള്ള ആക്രമണം നടന്നത്. അല്പം മുമ്പ്, അരമണിക്കൂർ മുമ്പ് തെഹ്റാൻ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ആക്രമണം നടന്നതായിട്ടുള്ള ശബ്ദം, വലിയ തോതിലുള്ള സ്ഫോടന ശബ്ദവും കേൾക്കുന്നതായിട്ടുള്ള ദൃക്സാക്ഷികൾ റിപ്പോർട്ട് ചെയ്യുന്നു. നിരവധി അന്തർദേശീയ മാധ്യമങ്ങളും ഇത് ശരിവെക്കുന്നുണ്ട്. അതിൽ പിന്നെ ഒരു വ്യക്തത വരേണ്ട ഒരു കാര്യം, ഒരുപക്ഷെ ഈ മിസൈലുകളും ഡ്രോണുകളും ഒക്കെ നിർവീര്യമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എയർ ഡിഫൻസ് സിസ്റ്റം പ്രവർത്തനക്ഷമമാണ്. അത് ഈ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ശബ്ദങ്ങളാണോ കേൾക്കുന്നത്? അതല്ല കൂടുതൽ ആക്രമണങ്ങളിലേക്ക് ഇസ്രായേൽ വീണ്ടും നീങ്ങുന്നുണ്ടോ എന്നത് സംബന്ധിച്ച ഒരു അവ്യക്തത മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്തായാലും ഇസ്ഫഹാൻ ഉൾപ്പെടെ, അതോടൊപ്പം തന്നെ തബ്രീസ്, ഇസ്ഫഹാൻ, കുമ്മ്, തെഹ്റാനിൻ്റെ വിവിധ ഭാഗങ്ങൾ ഉൾപ്പെടെ നിരവധി കേന്ദ്രങ്ങളിലാണ് ഇന്ന് രാവിലെ മുതൽ ആക്രമണ പരമ്പര ഇസ്രായേൽ അടിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അടുത്ത ഒരുപക്ഷെ 2 ആഴ്ച വരെ ഈ ആക്രമണ പരമ്പര ഇസ്രായേൽ ലക്ഷ്യമിടുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും ഇസ്രായേൽ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അമേരിക്കയാവട്ടെ തങ്ങളുടെ ഒരു യുദ്ധക്കപ്പൽ വീണ്ടും ഈ മേഖലയിലേക്ക് അയക്കാനുള്ളൊരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ കൂടുതൽ സൈനിക സംവിധാനങ്ങളും മേഖലയിലേക്ക് കൊണ്ടുവരാൻ പെൻറ്റഗൺ തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ തങ്ങൾ ഈ ആക്രമണത്തിൽ പങ്കുവഹിക്കുന്നില്ല എന്ന് അമേരിക്ക പറയുന്നുണ്ട് എങ്കിൽ പോലും ട്രംപിൻ്റെ പ്രസ്താവനകൾ, അതോടൊപ്പം തന്നെ US സ്റ്റേറ്റ് വകുപ്പിൻ്റെ പ്രസ്താവനകൾ ഒരു കാര്യം ശരിവെക്കുന്നുണ്ട്. തങ്ങളുടെ കൃത്യമായിട്ടുള്ള അറിവോടുകൂടി തന്നെയാണ്, തങ്ങളെ അറിയിച്ചുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഈ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇറാന് വേണമെങ്കിൽ ഒരു അവസരം കൂടി നൽകാം, ഒന്നും ഇല്ലാതാകുന്നതിന് മുമ്പ് തന്നെ ആക്രമണം ഈ തങ്ങളുമായിട്ടുള്ള ഒരു ആണവ കരാറിൽ എത്താൻ സാധിക്കുകയാണെങ്കിൽ അത് ഇറാന് നല്ലതാണ്. അതല്ല എങ്കിൽ പൂർണ്ണ വിനാശത്തിലേക്ക് ഇറാൻ നീങ്ങേണ്ടി വരുമെന്നൊരു മുന്നറിയിപ്പാണ് ട്രംപ് ഭരണകൂടം നൽകിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അല്പം മുമ്പാണ് ഇറാൻ്റെ പരമോന്നത ആത്മീയ നേതാവ് ആയത്തുല്ല അലി ഖംനയുടെ രാജ്യത്തോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇപ്പോൾ അല്പം മുമ്പാണ് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, ഈ രാജ്യത്തിന് നേരെ, തങ്ങളുടെ ആഭ്യന്തരമായിട്ടുള്ള സുരക്ഷയ്ക്ക് നേരെ നടന്ന സയനിസ്റ്റ് രാജ്യത്തിൻ്റെ ഏറ്റവും കൊടിയ ഈ ആക്രമണം, അത് ഒരു നിലയ്ക്കും അതിന് പകരം ചോദിക്കാതെ പോവുകയില്ല. അത് ശക്തമായിട്ടുള്ള പ്രതികരണമുണ്ടാവും. അതിൽ ഇസ്രായേൽ നേതൃത്വം ഖേദിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാവും. അതുകൊണ്ട് ആക്രമണ പരമ്പരയിലേക്ക് അല്ലെങ്കിൽ തിരിച്ചടി ആസന്നമാണ് എന്നൊരു മുന്നറിയിപ്പാണ് ഇറാനിലെ പരമോന്നത ആത്മീയ നേതാവ് നൽകിയിരിക്കുന്നത്. കാരണം ഇന്ന് 20ഓളം സൈനിക മേധാവികളും കമാൻഡർമാരുമാണ് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ വധിക്കപ്പെട്ടിരിക്കുന്നത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് മേധാവി ഹുസൈൻ സലാമി, അതോടൊപ്പം തന്നെ സംയുക്ത സൈനിക മേധാവി, വിവിധ വ്യോമസേനാ വിഭാഗങ്ങളുടെ തലവന്മാരായിട്ടുള്ള കമാൻഡർമാർ ഉൾപ്പെടെ 20 പേർ സൈനിക നേതാക്കൾ തന്നെ വധിക്കപ്പെട്ട ഒരു ആക്രമണമാണ് നടന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഏറ്റവും ചുരുങ്ങിയത് ഒരു 100 സാധാരണക്കാരെങ്കിലും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരങ്ങളാണ് ഏറ്റവും അവസാനം ലഭ്യമാവുന്നത്. 100 കണക്കിന് ആളുകൾക്ക് ഈ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. സിവിലിയൻ കേന്ദ്രങ്ങളെയും സൈനിക കേന്ദ്രങ്ങളെയും ആണവ കേന്ദ്രങ്ങളെയും ഒരേ സമയം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണങ്ങളാണ് നടന്നത്. അതിൽ ഒരുപക്ഷെ ഈ സുരക്ഷാ സംവിധാനങ്ങളിലേക്ക് പോലും തങ്ങളുടേതായിട്ടുള്ള നുഴഞ്ഞുകയറ്റം നടത്താൻ, അല്ലെങ്കിൽ ആ അർത്ഥത്തിലുള്ള ചാരന്മാരെ പ്രയോജനപ്പെടുത്താൻ ഇസ്രായേലിന് സാധിച്ചു എന്നതുകൂടിയാണ് ഈ ആക്രമണത്തിൽ തീർച്ചയായും പറഞ്ഞതുപോലെ തന്നെ സൈനിക രംഗത്തെ അവരുടെ പ്രമുഖരെ, ഒപ്പം ആണവ മേഖലയിലേക്ക് ബുദ്ധി കേന്ദ്രങ്ങളെയെല്ലാം വകവരുത്തിയിരിക്കുന്നു ഇസ്രായേൽ.
20ഓളം പ്രമുഖരെയാണ് കൊലപ്പെടുത്തിയതെന്ന് ഇസ്രായേൽ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇറാൻ ഉണ്ടാക്കുന്നത് വലിയ ആഘാതമാണ്. മുന്നറിയിപ്പുകൾ വീണ്ടും വന്നുകൊണ്ടേയിരിക്കുന്നു. ഇനിയും ആക്രമണങ്ങൾ ഉണ്ടാകും, ജനവാസ മേഖലയെ അടക്കം ടാർഗറ്റ് ചെയ്യും എന്ന ഭീഷണിയും മുന്നറിയിപ്പും ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഇതെല്ലാം ഇവരുടെ ഏറ്റവും വലിയ ടാർഗറ്റ് ഈ ആണവ കരാറിൽ ഇറാൻ ഒപ്പുവെക്കുക എന്നുള്ളതാണല്ലോ. അതിന് ഇപ്പോഴത്തെ ഈ ആക്രമണങ്ങൾ ഇറാനെ കൊണ്ട് അതിനെ നിർബന്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. എത്ര കണ്ട് ഇറാൻ ഇപ്പോഴത്തെ ഘട്ടത്തിൽ വഴങ്ങാൻ സാധ്യതയുണ്ട്? ഇറാൻ്റെ ഒരു ചരിത്രവും അതിൻ്റെ ഒരു സ്വഭാവവും പെരുമാറ്റവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ആക്രമണങ്ങൾ കൊണ്ട് ഇസ്രായേൽ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ഇറാനെ കൊണ്ടുവരുത്താം എന്ന് കണക്ക് കൂട്ടുന്നുണ്ടോ നമ്മൾ? സൈഫുദ്ദീൻ, അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നേരത്തെയുള്ള അല്ലെങ്കിൽ ഇന്നലെ വരെയുള്ള അവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത്. കാരണം പിന്നിട്ട 5 വട്ടം ചർച്ചകൾ നടന്നു പല രാജ്യങ്ങളിലായിട്ട്. പ്രധാനമായിട്ടും ഒമാന്റെ മധ്യസ്ഥതയിലാണ് ഈ ചർച്ചകളൊക്കെയും അമേരിക്കയുമായിട്ട് നടന്നത്. തുടക്കത്തിൽ വലിയ പ്രതീക്ഷകൾ ആ ചർച്ചകൾ ബാക്കി വെച്ചിരുന്നു. പക്ഷേ 6ാം വട്ട ചർച്ച മറ്റന്നാൾ മസ്കത്തിൽ നടക്കാൻ ഇരിക്കുന്നൊരു ഘട്ടത്തിലാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട 6 ആണവ ശാസ്ത്രജ്ഞരെയാണ് ഇസ്രായേലിൻ്റെ ഈ ആക്രമണത്തിലൂടെ ഇല്ലായ്മ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സൈനിക മേധാവികളെയും അവരെയും കൊലപ്പെടുത്തിയിരിക്കുന്ന ഒരു ആക്രമണത്തിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഇനിയും ഒരു കരാറുമായിട്ടോ ചർച്ചയുമായി മുന്നോട്ട് പോകാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്നൊരു സൂചന തന്നെയാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. മാത്രമല്ല അന്താരാഷ്ട്ര ആണവോർജ്ജ സമിതിയുടെ നിർണായക യോഗം ഇനിയും അവർ വിളിച്ചു ചേർത്തിട്ടുണ്ട്. തിങ്കളാഴ്ച 2 കൂട്ടരോടും സംയമനം പാലിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഇത് കൃത്യമായി തന്നെ ഈ സയനിസ്റ്റ് ലോബിക്ക് വേണ്ടി ഈ അന്താരാഷ്ട്ര ആണവോർജ്ജ സമിതിയും അമേരിക്കയും ഒക്കെ ഒത്തുകളിക്കുകയാണ് എന്ന് MC നാസറാണ് ദുബായിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ഇറാൻ സംഘർഷം ഒരു അപ്രഖ്യാപിത യുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ എന്ന ആശങ്കയാണ് ഇക്കാര്യത്തിൽ നിലനിൽക്കുന്നത്. MC തുടരുന്നുണ്ട്. MC ഇനിയിപ്പോൾ എന്തായിരിക്കും ഇസ്രായേലിൻ്റെ പരമമായ ലക്ഷ്യം എന്ന് നമുക്കറിയാം. നമ്മുടെ മുന്നിലുള്ള അവരുടെ ടാർഗറ്റുകളിലൊന്ന് ഈ ആണവ കരാറിൽ ഇറാനെ എത്രയും വേഗം ഒപ്പുവെപ്പിക്കുക എന്നതാണ്. അതിനപ്പുറത്തേക്ക് പല വിശാലമായ ലക്ഷ്യങ്ങളും ഇസ്രായേലിനുണ്ട്. അത്തരം ലക്ഷ്യങ്ങൾ കൂടി ഇപ്പോഴത്തെ ഈ ആക്രമണം അതൊരു പെട്ടെന്ന് ധൃതിയിലെടുത്ത ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് ആക്രമണമല്ല എന്ന് നമുക്കറിയാം. കൃത്യമായ മുന്നൊരുക്കങ്ങളോടുകൂടിയാണ് ഈ അറ്റാക്കിന് ഇസ്രായേൽ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. നേരത്തെ തന്നെ അതിൻ്റെ പ്രാഥമിക ഓപ്പറേഷനൊക്കെ മൊസാദ് അവിടെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു അനന്തരഘട്ടമെന്നോണം ആക്രമണത്തിലേക്ക് കടക്കുന്നു. അവരുടെ മുതിർന്ന സൈനിക തലവന്മാരെയും ആണവ മേഖലയിലെ ബുദ്ധി കേന്ദ്രങ്ങളെയും ഒക്കെ വധിച്ചിരിക്കുന്നു. ഇനിയും ആക്രമണം തുടരുമെന്ന മുന്നറിയിപ്പുകൾ നൽകുന്നു. അപ്പോൾ എന്തൊക്കെയായിരിക്കും ഈ ആക്രമണം തുടങ്ങുമ്പോൾ ഇസ്രായേലിൻ്റെ മനസ്സിൽ ഉണ്ടാകുന്ന ലക്ഷ്യങ്ങളായി നമ്മൾ കാണേണ്ടത്? സൈഫുദ്ദീൻ, ഏറ്റവും പ്രധാനപ്പെട്ട 2012 UN മുമ്പാകെ ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രായേലിൻ്റെ നിലനിൽപ്പിന് ഈ മേഖലയിൽ ഏറ്റവും വലിയ ഒരു തിരിച്ചടി ഭീഷണി ഇറാനാണ്. ഇറാൻ ഏതെങ്കിലും അർത്ഥത്തിൽ ഈ ആണവായുധം സ്വന്തമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് സൃഷ്ടിക്കുന്ന പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിനെ ശക്തമായിട്ട് ചെറുക്കാൻ തൻ്റെ രാജ്യം ബാധ്യസ്ഥമാണ് എന്ന് 2012 തന്നെ നെതന്യാഹു UN മുമ്പാകെ പ്രഖ്യാപിച്ചതാണ്. അതുകൊണ്ട് തന്നെ തുടർന്നുള്ള നീക്കങ്ങളൊക്കെ ഒരുപക്ഷെ വർഷങ്ങൾ എടുത്തുകൊണ്ടുള്ള അധ്വാനത്തിലൂടെയാണ് ഇന്നത്തെ ഈ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ സൈഫ് സൂചിപ്പിച്ചതുപോലെ അതൊരു പൊടുന്നനെ ഉണ്ടായിരിക്കുന്ന ഒരു സംഭവം പോലുമല്ല. ഒരുപക്ഷെ അമേരിക്ക പോലും ഈ ഒരു ചർച്ചയിലേക്ക് ഇറാനെ കൊണ്ടുവന്നത് ആ പ്രശ്നത്തെ ലഘൂകരിച്ച് കാണാനും ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള ഒരു സാധ്യത രൂപപ്പെടുത്താനുമാണെന്ന പരാതിയും രൂപപ്പെട്ടിട്ടുണ്ട്. എന്തായാലും വർഷങ്ങളെടുത്ത കൃത്യമായിട്ടുള്ള ആസൂത്രണത്തിലൂടെ തന്നെയാണ് ഇത് നടന്നിരിക്കുന്നത്. കാരണം സൈനിക പ്രത്യേകിച്ചും വ്യോമസേന നേതൃത്വം കമാൻഡർമാർ ഒരുമിച്ച് യോഗം ചേരുന്ന ഭൂഗർഭ കേന്ദ്രത്തിന് നേരെയാണ് ആക്രമണം നടന്നതെന്നാണ് ഇറാനിൽ നിന്ന് വരുന്ന ഏറ്റവും അവസാനത്തെ റിപ്പോർട്ടുകൾ. അതുകൂടി വെച്ച് നോക്കുമ്പോൾ വളരെ കൃത്യമായിട്ടുള്ള പങ്കാളിത്തം ഒരുപക്ഷെ ഇറാൻ്റെ ഉള്ളിൽ നിന്ന് പോലും ഇസ്രായേലിന് ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. പ്രതിരോധ സംവിധാനങ്ങൾ വേണ്ടത്ര അർത്ഥത്തിലുള്ള ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല എന്നുകൂടി ഈ ആക്രമണ പരമ്പരകൾ തെളിയിക്കുന്നുണ്ട്. ഇനിയും ഈ ആക്രമണം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇറാനെ സംബന്ധിച്ച്
സംബന്ധിച്ചിടത്തോളം ഏത് രീതികളായിരിക്കും അവർ സ്വീകരിക്കാൻ പോകുന്നത് എന്നതും പ്രധാനമാണ്. കാരണം മിലീഷ്യകൾ പിന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാഖിലും അതോടൊപ്പം തന്നെ ലെബനാനിലും യമനിലും ഒക്കെ ഉണ്ട്. പക്ഷേ അവർക്കൊക്കെയും എത്ര കണ്ട് ഇത്തരമൊരു പിന്നെ ഇസ്രായേലിനെതിരായിട്ടുള്ള നീക്കത്തിൽ ഒരു ഏകോപിതമായിട്ടുള്ള പ്രവർത്തിപ്പിക്കാൻ സാധിക്കും എന്ന ചോദ്യവും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിൽ പിന്നെ ഒരു ആണവ പിന്നെ ശക്തിയുള്ള ഒരു രാജ്യം തങ്ങളുടെ ശത്രു നിരയിലുണ്ട്. അതിനെ അമർച്ച ചെയ്തു കഴിഞ്ഞാൽ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൻ്റെ സുരക്ഷ ഉറപ്പാക്കാൻ സാധിക്കും. അതിന് അമേരിക്കയുടെയും അതോടൊപ്പം തന്നെ ജർമ്മനി ഉൾപ്പെടെ പിന്നെ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെയും പൂർണ്ണ പിന്തുണയും തങ്ങൾക്ക് ലഭ്യമാവുമെന്ന് നെതന്യാഹുവും അതോടൊപ്പം തന്നെ ഇസ്രായേൽ നേതൃത്വവും കണക്ക് കൂട്ടുന്നുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും ഈ ഒരു തിരിച്ചടി അല്ലെങ്കിൽ ഭീഷണി ചെറുക്കുക എന്നത് തന്നെയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനം. അങ്ങനെ വരികയാണെങ്കിൽ സൈനികമായിട്ടും പ്രതിരോധ തലത്തിലും തങ്ങളുടെ മേൽക്കോയ്മ ഈ മേഖലയിൽ ഉറപ്പിച്ചു നിർത്താൻ പിന്നെ തങ്ങൾക്ക് സാധിക്കും. അതല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഭാവി പിന്നെ തലമുറകളെ സംബന്ധിച്ചിടത്തോളം പോലും വലിയ ഭീഷണിയായി തന്നെ ഇറാൻ നിലനിൽക്കും. അത്തരമൊരു സാഹചര്യത്തെ ചെറുക്കുക എന്നത് തന്നെയാണ് പിന്നെ ഇസ്രായേൽ ഇപ്പോൾ മുന്നിൽ കാണുന്നത്. പക്ഷേ ഇറാനെയും അത്ര പിന്നെ ഏതെങ്കിലും അർത്ഥത്തിൽ കുറച്ചു കാണുക ഈ ഘട്ടത്തിൽ എളുപ്പമാവുകയില്ല. കാരണം 80 മുതൽ 88 വരെ നീണ്ട 8 വർഷമാണ് ഒരുപക്ഷെ ഈ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ പൂർണ്ണ പിന്തുണയുണ്ടായിട്ടും സദ്ദാം ഹുസൈൻ്റെ ഭരണകൂടത്തിനെതിരെ ഇറാഖിനെതിരെ പിന്നെ യുദ്ധവുമായിട്ട് നിലയുറപ്പിച്ചത്. പക്ഷേ സാഹചര്യങ്ങൾ വലിയ തോതിൽ മാറിയിട്ടുണ്ട് എന്നതൊക്കെ വസ്തുതയായിരിക്കാം. പ്രത്യേകിച്ച് സൈനികമായിട്ടുമൊക്കെ വലിയ തോതിലുള്ള പ്രതിസന്ധികൾ ഇറാൻ നേരിടുന്നുണ്ട്. സാമ്പത്തികമായിട്ടും വലിയ വെല്ലുവിളികൾ ഇറാൻ നേരിടുന്നുണ്ട്. ഇതൊക്കെയാണ് എങ്കിൽ പോലും ഇസ്രായേലിനെതിരെ അതിശക്തമായിട്ട് പിന്നെ തങ്ങളുടെ നിലയുറപ്പിക്കാൻ അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ തങ്ങൾ ഒരുക്കമാണ്. അതിനുള്ള എല്ലാ സിഗ്നലുകളും പിന്നെ പുതിയ സൈനിക നേതൃത്വത്തിന് താൻ നൽകിയതായിട്ടാണ് ഇറാനിലെ പരമോന്നത പിന്നെ ആത്മീയ നേതാവ് തന്നെ അല്പം മുമ്പ് രാജ്യത്തോട് നടത്തിയ പ്രസംഗത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് വരും ദിവസങ്ങൾ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മേഖലയെ ഏതൊക്കെ വിധത്തിൽ ബാധിക്കുമെന്നതാണ്. കാരണം നേരത്തെ തന്നെ ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ മേഖലയിലുള്ള അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ പിന്നെ ആക്രമണം നടത്തുമെന്ന് പിന്നെ ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഗൾഫ് മേഖലയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അത് ഒഴിവാക്കാൻ വേണ്ടി ഇറാനെ പരമാവധി ഒരു സംയമനത്തിലേക്കും കൊണ്ടുവരാക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഖത്തറും UAE യും സൗദി ഉൾപ്പെടെയുള്ള പിന്നെ വിദേശകാര്യ മന്ത്രിമാരും